ഇരവ് പുണരുവാൻ വരികയായി ഉടവ മുറികളിതായി പകലിൽ അലിയുന്ന സമയമായി പാരെല്ലാം വെളിക്കൊത്ത പൂവരങ്ങ് പൂവെല്ലാം വാരിച്ചൂടി നീ ഒരുങ്ങ് മാനത്തെ മാനന്റെ നാട് കാണാൻ പോരുന്നീ മാനത്തെ വെള്ളിത്തേരിൽ പൂരം കാണാൻ പോകും കുതിരാ പെണ്ണേ നിന്മാരന്റെ പേരുമോ അന്തിവിൻ കുങ്കുമം കവിളിലണിയുവോളെ വരുമോ നിന്മാരൻ നിറമാല്യം കാണാൻ വരുമോ നിന്മാരൻ
എന്തോ ചെയ്യേണ്ടു നിനക്ക് ശുഭരം. നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നദ്ധമോട് സ്തുതി പാടിടുന്നേ ദേവസന്നദ്ധമോട് സ്തുതി പാടിടുന്നേ. മന്നീടത്തിലടിയാറ്റിക്കും നാളെന്നും വന്നേനം ചെയ്യും തിരുനാമത്തിന് ദേവ വന്നേനം ചെയ്യും തിരുനാമത്തിന്. അന്ത്യം വരെയും എന്നെ കാല ചെയ്തിരുവാനന്ദി ഉള്ള വാതിൽ ശക്തി നീയേ നാലാന്തി ഉള്ള വാതിൽ ശക്തി നീയേ. താതൻ സന്നിധിയിലെന്റെ സദാപക്ഷവാദം ചെയ്യുന്ന മമ ജീവകഥാപക്ഷവാദം ചെയ്യുന്ന മമ ജീവകഥ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവൻ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്ക് ശുഭരം. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നിനക്ക് ശുഭരം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഞങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്ത് ഓർത്തടിയങ്ങൾ നന്ദിയോടെ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വിവിധ സാഹചര്യങ്ങളില് വ്യത്യസ്ത ഭവനങ്ങളില് വിവിധ ദേശങ്ങളിലായിരുന്ന അടിയങ്ങളെ ഈ ഭവനത്തിലേക്ക് ഈ സമയത്ത് അവിടുന്ന് വിളിച്ച് ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് അടിയങ്ങൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കട്ടെ. ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്ത് അപകടങ്ങളിലൊക്കെയും അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളെ കാത്ത് പരിരക്ഷിച്ചത് ഈ സമയത്ത് അടിയങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. വന്നു ഭവിച്ചതായ ദുഃഖത്തിന്റെയും നെടുവീർപ്പിന്റെയും രോഗത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മാനസിക പീഡയുടെയും പൈശാചിക ഉപദ്രവങ്ങളുടെയും ഒക്കെ നടുവില് നീ അടിയങ്ങളോട് കൂടെ ഇരുന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഭ്രമിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അടിയങ്ങളെ ആശ്വസിപ്പിച്ചത്, വഴി നടത്തിയത്, ഇത്രത്തോളം കരം പിടിച്ച് ഉയർത്തിയത് ഒന്നും മറക്കുന്നില്ല. കർത്താവേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരൻ അനുസ്മരിപ്പിക്കുന്ന അനുസരിച്ച് അടിയങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ തിരുനാമത്തിന് സ്തോത്രം കരയേറ്റുന്നു. നാഥ, തുടർന്നുള്ള അടിയങ്ങളുടെ ആയുഷ്കാലത്ത് അടിയങ്ങളോട് കൂടെയിരിക്കണമേ, വഴി നടത്തണമേ, അഭയസ്ഥാനം അവിടുന്ന് ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ ദുഃഖങ്ങളിലും ദുഷ്കാലങ്ങളിലും രോഗങ്ങളിലും അനർത്ഥങ്ങളിലും അപകടങ്ങളിലും പൈശാചികമായ എല്ലാവിധ ഉപദ്രവങ്ങളിലും ഈ ഭവനത്തെയും ഇതിൽ പാർക്കുന്ന നിന്റെ മക്കളെയും കൂടി വന്നിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും
ദൂരത്തും ചാരത്തുമായി വസിക്കുന്ന ഞങ്ങൾക്കുള്ള എല്ലാവരെയും കൃപയാൽ കാത്ത് സംരക്ഷിച്ചുകൊള്ളുമാറാണമേ. വിശിഷ്യ നാഥ, ഇപ്പോൾ ഇതാ വിവാഹത്തിനായി ഒരുങ്ങി ഇറങ്ങപ്പെടപ്പെടുന്ന ഈ മണവാട്ടിയെ സ്തോത്രത്തോടെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷം വരെയും നീ അടിയങ്ങൾക്കോട് കൂടെ ഇരുന്നു. പുരുഷൻ ഏകനായിരിക്കുന്നു നന്നല്ല, ഞാൻ അവന് തക്കതായ തുണിയെ കണ്ടുപിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആദാമിന് ഹവ്വായെ കൂട്ടായി നൽകുകയും ഇവളെ നരനിൽ നടത്തിരിക്കാൻ നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഇരുവരും ഒരു ശരീരമായി തീരും എന്ന് പറഞ്ഞ് അതിവിശുദ്ധമായ നിലയിൽ വിവാഹ കുദാശ ക്രമീകരിച്ചവനായ സ്വർഗീയ മണവാളനായ കർത്താവേ, ഇതാ ഈ ഞങ്ങളുടെ വാത്സല്യ സഹോദരിക്ക് അവിടുന്ന് ഉത്തമനായ മണവാളിനെ കണ്ടുപിടിച്ച് വേണ്ട ആലോചനകൾക്കെയും അടിയങ്ങൾക്ക് പറഞ്ഞു തന്ന് ഇത്രത്തോളം എത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ വിവാഹ കുദാശയ്ക്കായി അടിയങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു. ഈ സമയം അത്രയും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തിയതുപോലെ ഈ വിവാഹ കുദാശയിലും ഈ യാത്രയിലും തുടർന്നുള്ള ഇവരുടെ കുടുംബ ജീവിതത്തിലും ഇന്നും നാളും ഈ നിന്റെ മകളോടും ഇവൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇവളുടെ മണവാളിനോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിവിധ കുടുംബങ്ങളിൽ ജീവിച്ചു വന്ന നിന്റെ മക്കള് തുടർന്ന് നടക്കുന്ന വിവാഹ കുദാശ വഴിയായി ഒന്നായി ചേരുമ്പോൾ യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ ഉദാജാഗരിക്കുന്നു എന്ന സങ്കീർത്തനക്കാരൻ അനുസ്മരിപ്പിക്കുന്നത് മനസ്സിലാക്കി പൂർണ്ണമായ ദൈവാശ്രയത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗീയ സമാധാനവും സന്തോഷവും ഇവരുടെ കുടുംബ ജീവിതത്തിന് അനുഭവവേദ്യമാക്കി തീർക്കുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസികളായി ഞങ്ങൾ വാങ്ങിപ്പോയതേ സമയത്ത് ഓർക്കുന്നു. നിത്യഭാഗ്യരംഗങ്ങളിൽ ശുദ്ധിമാന്മാരെ ചേർത്ത് അവരെ സമാശ്വസിപ്പിക്കണമേ. സർവ്വവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം അല്ലണമേ ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യാമർത്തമറിയാം അമ്മയുടെയും മോർ ഗീവർഗി സഹദായുടെയും മോർ സ്തേപ്പാനോ സഹദായുടെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും ദിവ്യ മഹാമധ്യസ്ഥ പ്രാർത്ഥന തന്നെ
നിന്നോടുകൂടി നീ ഉണ്ടാകുവാൻ ഗൗരവക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദൈവാൽ ഞങ്ങളെ സൂക്ഷ്മങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ഞങ്ങളെ സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളും കൂടുതലും മണവാട്ടി ശ്രേഷ്ഠമായി തീരണമേ. നിന്റെയും ആദികളെ നിന്നെ പ്രതിപ്പെടുത്തിയിട്ടുള്ള സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്ത് അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വടസ്ഥന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവമേ, നിന്റെ വേല നിഗ്രഹം ചെയ്യണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ ദോഷം പോലെ എന്റെ പാവങ്ങൾ മായ്ച്ചു കളയണമേ. മാത്രം ഞാൻ പാവം ചെയ്തു. നിന്റെ രൂപത്തിന്മേൽ ഞാൻ ചെയ്തു. നിന്റെ വചനത്തിൽ നീ നീതിയിരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ നീക്കുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു പാവങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭത്തിരിക്കുകയും ചെയ്തു. സന്തോഷവും സന്തോഷിക്കും. എന്റെ ഭാഗങ്ങളിൽ നിന്റെ മുഖം തിരിച്ച് എന്റെ വിഗ്രഹങ്ങളെ ഒക്കെ മായ്ച്ചു കളയണമേ. ആത്മാവ് എന്നതാകമാറാണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന്റെ വിധാനങ്ങളുടെ ആത്മാവാകുന്നു. ദൈവങ്ങളുടെ നിരസിക്കുന്നില്ല. സന്തോഷം
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത്തെ കരുണയോടെ നിങ്കിലേക്ക് നേട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി വരങ്ങുകയും ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടി ഉണ്ടായ നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത്തുറക്കരം അദൃശ്യമായി നിങ്കിലേക്ക് നേട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരം വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നപോലെ ആചാര്യന്റെ കയ്യിൽ നിന്ന് നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെയും സന്തോഷത്തിന്റെ ദർശനം മൂലം പൂർത്തിയായ പരസ്പര വിവാഹം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയമായ നൽകി അനുഗ്രഹിക്കുകയും ശ്രേഷ്ഠമാക്കുകയും ചെയ്യട്ടെ. പൂർത്തിയാക്കുകയും ഇവരെ നീതിയാകുന്ന കൂടുതലാക്കട്ടെ. മണവാളനെ മണവാട്ടിയെ ശാസ്ത്രവും അക്ഷയവുമായ നൽകുകയും ചെയ്യുമാറാട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള കാലങ്ങളേക്കാൾ മഹിമേറിയ വെളിപ്പെടുമാറാട്ടെ. ഇവരുടെ അനുയോജ്യ ബന്ധവും ചർച്ചയും തന്റെ പേരിലും യോഗ്യമായ സ്വഭാവം വളർച്ചിക്കുന്നതുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകലരുടെ സംഗതികളെയും അന്യോന്യം സ്നേഹിക്കാനായി സ്നേഹാക്തിയോടെ ഹൃദയങ്ങളെ ഒത്തിരിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സാഹചര്യം കൊണ്ട് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുരഭിതങ്ങളായ ശുശ്രൂഷ പുഷ്പങ്ങളേക്കാൾ സൗരഭ്യമേറിയ പരിപാലനത്തോടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യർക്കുന്ന അസുരാലുകളായ ദൈവങ്ങളെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാൽപ്പത്യമാക്കുന്നു ദൈവങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സകലയിൽ നിന്ന് പല കാലങ്ങളും അനുഗ്രഹപൂർണ്ണമായ മത്സരങ്ങളും നൽകുമാറാകട്ടെ. നിന്റെ മഹിമയുടെ മുൻപാകെ നിർത്തുന്ന പലകേലും ഭാവിയുടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സന്താനങ്ങളെ സൗഭാഗ്യകാര്യങ്ങളെ നൽകണമേ. സപ്രവൃത്തിയാകുന്ന സമ്പാദ്യവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിലെ വേണമേ. അതിൽ തന്നെ സദാ ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് തന്നെ അവകാശമായിട്ട് നൽകുവാൻ കഴിയണമേ. ഈ മനസ്സിലായിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. ഈ മണവാളനെ മണവാട്ടിയും കാത്തുകൊള്ളുകയും എല്ലാവരും പരിശുദ്ധമായുള്ളവേ ഞങ്ങളെല്ലാവരുടെ പേരിൽ തന്റെ കഥകൾ വർഷിക്കുകയും ചെയ്യണമേ. ും
മനുഷ്യരിൽ നിന്നും അവനെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുവാനാകട്ടെ. ആമേൻ. ഇപ്പോൾ ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവരും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവരും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവരും ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സമയത്തിലും ഞങ്ങളുടെ ആവിഷ്കാരമൊക്കെയും ഹൃദയങ്ങളും ആരാധനയും യോഗ്യമാകുന്നു. സർവ്വമോ ശുശ്രൂഷകളിൽ നീ പ്രേരിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ആവശ്യമുള്ളവാനെ ജോലി ആവശ്യമുള്ളവാനെ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ ചെറുക്കമുള്ളവനാകുന്നു. ശിക്ഷാഖ്യന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയെ കാണിക്കുന്നു. കൈക്കൊള്ളുവാറാകട്ടെ. സുന്ദരികളിൽ സുന്ദരി
ആത്മീയമായ സന്തോഷിപ്പിക്കണമേ. നിന്നെ ഞങ്ങളെ ഞങ്ങളെല്ലാവരും തന്നെ വലത്തുവാക്കുകൊണ്ട് നിന്റെ കാര്യം ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധമായിട്ടും സ്തുതിയും സ്തോത്രവും കരുമാറാകണമേ. ഓശോ പുരുസ്വാമി കീഴടങ്ങിയിരിക്കണം. പുരുഷന്മാരെ നിശ്ചാമന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളമാരെ സ്നേഹിക്കി അവയെ ജനത്തിലുള്ള സ്നേഹം കൊണ്ടും വചനം കൊണ്ടും ഏറ്റുകൊണ്ടും ശുദ്ധീകരിക്കാനും കുറ്റമോ കുറവോ കൃത്യമായ നഷ്ടങ്ങളോ കൂടാതെ നിർമ്മലയും വിശുദ്ധിയുമായ വ്യക്തിയായി ജീവിക്കുവാനും ആയിട്ട് സഭയ്ക്കായി വിശ്വാസപ്രാണനെ സമർപ്പിക്കുമല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ പോലെ ഭാര്യയെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്നെ ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദോഷിക്കാറില്ലല്ലോ. പിന്നെയോ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നാളത്തെ ശരീരത്തിനും മാതാബന്ധികളും മാതൃസംബന്ധികളാവുന്നു. ആയതുകൊണ്ട് പുരുഷനും മാതാവിനെയും വിട്ടുവരിഞ്ഞ് എന്റെ ഭാര്യയോട് ചേർന്നിരിക്കുന്നു. അവ ഇരുവരും വേദശരീരമായി ചെയ്യുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ വിശ്വാസയെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാവട്ടെ ഭർത്താവിനെ ആദരിക്കണം. മക്കളെ നിങ്ങളുടെ ഭർത്താവിനെ അവർക്ക് മാതാപിതാക്കന്മാരെ അനുസരിച്ച് എന്നാലത് നീതിയാവുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും തീരുമാനിക്കുക എന്നുള്ള പ്രതിജ്ഞ ചെയ്യപ്പെട്ട പ്രഥമ കൽപ്പനയാവുന്നു. നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായ കാലത്ത് സംഭവിച്ചു. യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി ജനസമൂഹത്തെ അനുഭവിക്കുകയും അവിടെ വെച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാർ അടുത്ത് ചെന്നു ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചു
വിടുവാൻ ഞാനുണ്ടോ എന്ന് ചോദിച്ചു. യേശുരാജോട് സ്ഥിരമായിട്ട് പറഞ്ഞത്, ആദ്യം സൃഷ്ടികർത്താവ് ആണപ്പെട്ടവാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ട് മനുഷ്യൻ തന്നെ മാതാവിനെപ്പെട്ട് ഭാര്യയോട് ചേർത്തിരിക്കുകയും അവർ ഇരുവരും ശരീരമാക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞു. നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ രണ്ടല്ല ഒരു ശരീരമാകും. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അത് യേശുവിനോട് അങ്ങനെയെങ്കിലും മാറ്റത്തിന് കൊടുത്തവരെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശുരാജാവായിട്ട് അവരോട് പറഞ്ഞത്, മോശ നിങ്ങളെ ഹൃദയവാണിന്റെ കാര്യമായി പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ അതിനങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റമുണ്ടല്ലാതെ സ്വഭാവത്തെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ പരിഗണിക്കുന്നു ചെയ്തത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗണിക്കുന്നു ചെയ്തത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുവിനോട് ഭാര്യാഭർത്താക്കന്മാർ പരസ്പര സ്ത്രീയുടെ കുറ്റങ്ങളിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. മറുപടിയായിട്ട് താൻ അവരോട് പറഞ്ഞത്, മല ധരിച്ചവരല്ലാതെ എല്ലാവരും ജനത്തിന് ശക്തരല്ല. എന്നിട്ട് തങ്ങളുടെ മാതാവിന് ശരണന്മാരായിരിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ശരണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വരാജ്യത്തിൽ തങ്ങളെ തന്നെ ബ്രഹ്മചാരികളാക്കി തീർക്കുന്നവരുമുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. അനിന്നുടയോ കയ്യാൽ മകുളം ഘോഷമിറങ്ങുന്നു. മണവാളനി ആചാര്യൻ അണിക്കും മകുടം രമ്യം. കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനി ആചാര്യൻ അണിക്കും മകുടം രമ്യം. കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനി ആചാര്യൻ അണിക്കും മകുടം രമ്യം. അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും അനിന്നുടയോ കയ്യാ
മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം ആക്ഷേപങ്ങളുള്ള അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. സന്തോഷിക്കുമാറാകട്ടെ. എല്ലാ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. സമാധാനത്തോടെ നിങ്ങളോട് ചെയ്യുന്ന ആളുകളുടെ താഴെ പതിനെ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മതകരമായ നിങ്ങളെ കാത്തുകൊള്ളു, നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസാഖ് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം നോഹിന് മക്കൾക്കുമായി നൽകിയ അനുഗ്രഹങ്ങൾ വസിക്കട്ടെ. ദൈവം ഇസാഖും യാക്കോബിനും നൽകിയ അനുഗ്രഹങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് ദൈവം ഭൂമിയിൽ പാർപ്പിക്കുന്ന സർവ്വസൽവരങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവത്തിനെ സഹായിക്കുന്നവരുമുണ്ട്. ദൈവം തന്റെ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരും നിങ്ങളിലും പട്ടക്കാരനായി വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന രാജാതികളും സന്തോഷിച്ച് പുറത്തു പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വത സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കി ആ ഭാവിയോട് പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ പോലെ നിങ്ങൾ
എല്ലാവരെയും വാങ്ങിപ്പോൾ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകരോടുകൂടി സീനായി മലയിൽ ഇറങ്ങിയ മഹോദരൻ നിങ്ങളെ നമ്മുടെ സംഘപ്പെടുകയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധനുമായി സ്തുതിയും സ്തോത്രവും കരേറ്റാം. ഇതായി സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം പരിമേൽപ്പിക്കുന്നു. ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. പ്രമാണവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സൈരത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസിരാജനത്തിലും മണവാട്ടിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധറിയാവിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകളായിരിക്കുകയും ചെയ്തിട്ടുള്ള സർവവിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവേ ശുശ്രൂഷയായ വർഗ്ഗവർഗ്ഗം എന്നേക്കും ഇവരെല്ലാം ആവശ്യിക്കുമാറാകട്ടെ. സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഇവരുടെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവ് ശുശ്രൂഷയുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സത്യമായ മനുഷ്യനായി രാജമകൾ രാജഭാമിനിയും ജനമൊക്കായി ഉണ്ടാക്കുമോ
ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു,
സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്നേഹപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുമ്പിലണച്ചു കുമ്പിടുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം മണിച്ചേലോലും ഓലേഞ്ഞാലി. ഇനി കാത്തുമ്പി പെണ്ണാൾക്ക് പാലിയും കൊണ്ടേ വായു. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം.
തന്നു. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം. ഇനി കാത്തുമ്പി പെണ്ണാൾക്ക് താലിയും കൊണ്ടേ വായോ. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. ദമ്പതിമാരെ ദീപങ്ങളെ ദീപം തെളിച്ചു പറയുടെ കീഴിൽ വെച്ചാലെന്തു ഫലം ദീപം തെളിച്ചു പറയുടെ കീഴിൽ വെച്ചാലെന്തു ഫലം ജീവിത മാതൃക പകർന്നു നിങ്ങൾ ശോഭ ചൊരിഞ്ഞിടുവിൻ ജീവിത മാതൃക പകർന്നു നിങ്ങൾ ശോഭ ചൊരിഞ്ഞിടുവിൻ തലമുറകൾക്കതു വഴി കാട്ടിയിടും ദീപാങ്കുരമാകും ദീപങ്ങളെ എരിയും ദീപങ്ങളെ കുടുംബമാകും ബലിവേദികയിൽ എരിയും ദീപങ്ങളെ ദമ്പതിമാരെ
തെളിഞ്ഞു ശോഭ പരത്താൻ എണ്ണ നിറയ്ക്കേണം. ദീപം തെളിഞ്ഞു ശോഭ പരത്താൻ എണ്ണ നിറയ്ക്കേണം. യേശുവിലൊന്നായി ചേർന്നു വസിച്ചാൽ നിറവു നുകർന്നിടും. യേശുവിലൊന്നായി ചേർന്നു വസിച്ചാൽ നിറവു നുകർന്നിടും. തലമുറകൾക്കതു പുണ്യം പകരും കൃപയുടെ വഴിയാകും. ദീപങ്ങളെ, എരിയും ദീപങ്ങളെ, കുടുംബമാകും ബലിവേദികയിൽ എരിയും ദീപങ്ങളെ, ദമ്പതിമാരെ ദീപങ്ങളെ, ദീപങ്ങളെ, എരിയും ദീപങ്ങളെ, കുടുംബമാകും ബലിവേദികയിൽ എരിയും ദീപങ്ങളെ, ദമ്പതിമാരെ ദീപങ്ങളെ. ये काली काली आंखें, ये गोरे गोरे गाल, ये तीखी तीखी नजरें, ये हिरनी जैसी चाल, ये काली काली आंखें, ये गोरे गोरे गाल, ये तीखी तीखी नजरें, ये हिरनी जैसी चाल, देखा जो तुझे जानम हुआ है बुरा हाल। ये काली काली आंखें, ये गोरे गोरे गाल, ये तीखी तीखी नजरें, ये हिरनी जैसी चाल। मैं मिला तू मिली, तू मिली मैं मिला, मैं मिला तू मिली मैं मिला, दुनिया जले तो जले, प्यार करेंगे तुझ पे मरेंगे, धक धक दिल ये करे। हाँ। दिल को जलाने लगी, दिलरुबा तू मुझे नखरे दिखाने लगी। गैरों की बाहों में इठला के जाने लगी, ये तेरी बेरुखी मुझको सताने लगी। छोड़ो जी छोड़ो सनम, जिद अपनी छोड़ो सनम, नाजुक है दिल ये मेरा, दिल को ना तोड़ो सनम, दिल को ना तोड़ो सनम। ये लंबी लंबी रातें आकर ले मुलाकातें, जाने क्यों दिल ये मेरा तेरा ही होना चाहे। गुस्से में लाल ना कर, ये गोरे गोरे गाल
काली काली आंखें, ये गोरे गोरे गाल, ये तीखी तीखी नजरें, ये हिरनी जैसी चाल। ना तू कर खटपट, कर प्यार झटपट, मेरे आजा तू निकट, कट प्यार का टिकट। ना तू सुल पे झटक, ना तू पैर पटक, अरे ऐसे ना मटक, दिल गया है भटक। चेहरे पे तेरे सनम लैला की है शोखियां, हीर से बढ़ के है आंखों की ये मस्तियां। जूलियट की तरह होठों पे है सुर्खियां, देख ले खुद को तू नजर से मेरी जाने जा। देखी जो तेरी यादा मैं फिदा हो गया, सीने से लग जा जरा, जीने का आए मजा, जीने का आए मजा। ये तीखी तीखी नजरें, ये हिरनी जैसी चाल, ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ. അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. അലസമനോജ്ഞമവൾ വരുമ്പോൾ വെള്ളിക്കൊലുസുകൾ പാടുകയായി, തങ്കവളകൾ ചിരിക്കുകയായി. പിന്നിയ ചുരുൾമുടി കാണുകയും അരിമുല്ല പൂക്കുകയായി, എന്റെ അരിമുല്ല പൂക്കുകയായി. ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ. ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ഇനിയൊന്നു പാടൂ ഹൃദയമേ.
ഏത്തത്തിലെൻ ഹൃദയം വെള്ളിത്തിരകളിലാടുകയായി തപ്പും തുടിയുമായി പാടുകയായി ഒരു വേലിയേത്തത്തിലെൻ ഹൃദയം വെള്ളിത്തിരകളിലാടുകയായി തപ്പും തുടിയുമായി പാടുകയായി പുളകിതയാമിനി മലരങ്കണത്തിലെ കുയിലുകൾ പാടുകയായി എന്റെ കുയിലുകൾ പാടുകയായി ഇനിയൊന്നു പാടൂ ഹൃദയമേ എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ ശിശിര നിലാവിൻ പുടവ ചുറ്റി എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ ഇനിയൊന്നു പാടൂ ഹൃദയമേ മഴവിൽ കൊടിയിൽ മേഘം പോലെ നീ അഴകെ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകെ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ എൻ മാറിൽ നീ ഏതോ സംഗീതം മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകെ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ സഖിയായി സന്ധ്യകളിൽ നീവാ മിഴിയാൽ പുൽകിയ നീ പിന്നെ അനുരാഗം വിണ്ണിൽ മുത്തം പെയ്യാതാ കഥ ചൊല്ലാതാ മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകെ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ എൻ മാറിൽ നീ ഏതോ സംഗീതം മുത്തം പെയ്യാതാ കഥ ചൊല്ലാതാ
ചെഞ്ചൊടി മലരിണയൊന്നിലെ മധുമൊഴിയിൽ കഥ ചിന്തിയ ചഞ്ചല നൊമ്പരമൊന്നായി നിഴലായി പാതി മറയാൻ രാഗമിനി ഞാൻ കുളിരായി പാതി മൊഴിയാം ഗാനമൊരു നാൾ കനവാ
സമാധാനം. കരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, ഇന്ന് ഈ അവസരം ഞങ്ങൾക്ക് കൊണ്ടൊരുക്കുന്ന നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഈ മനോഹരമായ അവസരം ഇവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിക്കുകയാണ്. ഈ ദാമ്പത്യ ജീവിതത്തിൽ അല്ലല്ലാതെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ സന്തോഷമായി ജീവിക്കുവാനായിട്ട് നീ അവർക്ക് കരുണയും കരുത്തും സമ്പത്തും എല്ലാം കൊടുക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു പിതാവേ. ഈ രണ്ട് കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇവർക്കുള്ള എല്ലാത്തിനെയും അനുഗ്രഹിക്കണമേ. ഇത് നല്ല തുടക്കമായി തീരുവാൻ കർത്താവിനെ അനുഗ്രഹിച്ചിന് എന്നോട് ഹൃദയം നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം.
പുലകാല ചന്ദ്രിക പോലെ പൂത്തിരുവാതിര പോലെ അറിയാതെ വന്നെൻ്റെ ഉള്ളിൽ അനുരാഗ ചന്ദനം ചാർത്തി നീ എന്നെ ആലിംഗനം കൊണ്ടുമൂടി ഓ ആലിംഗനം കൊണ്ടുമൂടി അടിമുതൽ മുടി വരെ പൊന്നിൽ മൂടാം നിന്നെ ആന്തോളനങ്ങളിൽ ഞാൻ ഉറക്കാം. അടിമുതൽ മുടി വരെ പൊന്നിൽ മൂടാം നിന്നെ ആന്തോളനങ്ങളിൽ ഞാൻ ഉറക്കാം. മയങ്ങുമി പൂമിഴിപ്പീലിയിൽ ഞാൻ എൻ്റെ മൗനപരാഗങ്ങൾ ചേർത്തു വയ്ക്കാം. നെഞ്ചിൽ മറ്റാരും അറിയാതെ ഉമ്മ വയ്ക്കാം. പുലർക്കാല ചന്ദ്രിക പോലെ പൂത്തിരുവാതിര പോലെ അറിയാതെ വന്നെൻ്റെ ഉള്ളിൽ അനുരാഗ ചന്ദനം ചാർത്തി നീ എന്നെ ആലിംഗനം കൊണ്ടുമൂടി ഓ ആലിംഗനം കൊണ്ടുമൂടി. വലം പിരിച്ചുരുൾ മുടി തുമ്പിൽ പൂക്കും ലോല നീലോൽപ്പലങ്ങളെ ഞാൻ വിടർത്താം. വലം പിരിച്ചുരുൾ മുടി തുമ്പിൽ പൂക്കും ലോല നീലോൽപ്പലങ്ങളെ ഞാൻ വിടർത്താം. തരിവള കൈകളാൽ നീയെന്നു മീട്ടിയ തമ്പുരുവായി ഞാൻ ചേർന്നുറങ്ങാം. പിന്നെ ഏതോ സ്വരമേളമാസ്വദിക്കാം. പുലർകാല ചന്ദ്രിക പോലെ പൂത്തിരുവാതിര പോലെ അറിയാതെ വന്നെൻ്റെ ഉള്ളിൽ അനുരാഗ ചന്ദനം ചാർത്തി നീ എന്നെ ആലിംഗനം കൊണ്ടുമൂടി ഓ ആലിംഗനം കൊണ്ടുമൂടി.
നിനക്കായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിക്കും. നീ എന്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി. ഇനിയും ചിലമ്പണിയോ